നിങ്ങളുടെ ചടങ്ങിന് വരുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വീരശൈവരും അവരുൾപ്പെട്ട ശൈവാരാധനക്കാരും ഇന്ത്യയുടെ ജനസംഖ്യയിൽ 30 കോടിയിലേറെ വരുന്ന ഒരു ജനവിഭാഗമാണ്. കർണാടകയുടെ സെൻസസിൽ കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിംഗായത്തുകൾ 12%, ഓക്കലിംഗാസ് 8%, വീരശൈവർ 6%. വീരശൈവരും ലിംഗായത്തുകളും ഒന്നാണ് എന്നാണ് സങ്കല്പം. എങ്കിലും സെൻസസിൽ ആ ഡേറ്റ സെപ്പറേറ്റായിട്ട് കരുതുന്നുണ്ട്. അവർ 3 പേരും കൂടെ ചേരുന്ന 1,80,00,000 പേരാണ് കർണാടകത്തിലുള്ളത്. തമിഴ്നാട്ടിൽ ചെന്നാൽ ശൈവ വെള്ളാളർ 50 ലക്ഷത്തിന് മുകളിലാണ്. അല്ലാതുള്ള ശൈവർ 2 കോടിയിലേറെ ഉണ്ടെന്നാണ് കണക്ക്. പല ശൈവ വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന കേരളത്തിൽ ഞാൻ വീരശൈവരെ തപ്പി നോക്കിയിട്ട് സെൻസസിലും ഡേറ്റ ഇല്ല, ഗസറ്റീറിലും ഡേറ്റ ഇല്ല. കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഘടനാതലത്തിൽ വീരശൈവരെ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയായി സെൻസസ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയെങ്കിലേ നിങ്ങളുടെ ശക്തി ലോകം അറിയുകയുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. പല വീരശൈവരെയും ഒന്നുകിൽ ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ നായരാണെന്നാണ് സാധാരണ ജനം കൽപ്പിച്ചു വച്ചിരിക്കുന്നത്. വീരശൈവൻ എന്ന ഐഡൻറ്റിറ്റി അറിയപ്പെടാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏതാണ്ട് 30 കോടി വരുന്ന ശൈവാരാധനക്കാരുടെ ഇന്ത്യൻ ജനസംഖ്യയുടെ 30 കോടിയിൽ വളരെ ശ്രദ്ധാർഹമായി കർണാടക, തമിഴ്നാട്, കേരള ഈ 3 സംസ്ഥാനങ്ങളിലായി വരുന്ന ഒരു 6 കോടിയോളം വരുന്ന ശൈവ വിശ്വാസികളുടെ ഒരു ഭാഗമാണ് വീരശൈവ. കർണാടകത്തിൽ ഈ ശൈവർ ലിംഗായത്തും വീരശൈവരും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക കാരണത്താലാണ് ലിംഗായത്തുകൾ വേദേതിഹാസങ്ങൾ ഉൾപ്പെടെയുള്ള വിശാലമായ ധർമ്മത്തിന് പകരം ഞങ്ങളൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീരശൈവർ സന്യാസിവര്യന്മാരായി വേദങ്ങൾ, ഇതിഹാസങ്ങൾ ഉൾപ്പെട്ട പ്രസിദ്ധമായ വിശ്വാസം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് മാത്രമേ ഉള്ളൂ ലിംഗായത്തുകളും വീരശൈവരും തമ്മിലുള്ള അല്പവ്യത്യാസം. ഈ വലിയ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എന്താണ് ഈ ശൈവാരാധന, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് ഓരോ വീരശൈവനും കൃത്യമായി മനസ്സിലായിക്കൊള്ളണം. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ശൈവ സങ്കല്പം കിട്ടുന്നത് സൈന്ധവ നദീതട സംസ്കാരത്തിൽ നിന്നാണ്. ഒരു 5000 കൊല്ലം പഴക്കമുള്ള പശുപതി സീൽ എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായൊരു സീലുണ്ട്. പശുപതി സീൽ 5 ഇഞ്ച് നീളവും ഒരു 3 ഇഞ്ച് വീതിയുള്ള സീലിന് ചെറിയൊരു സാധനമാണ്. പക്ഷേ നമ്മൾ വികസിപ്പിച്ചാണ് ചരിത്ര പുസ്തകത്തിൽ കൊടുക്കുന്നത്. പരമശിവനെ സങ്കല്പിക്കുന്ന പശുപതിയായ ആസന രൂപത്തിൽ ഇരിക്കുന്ന പരമശിവനെ വളരെ കൃത്യമായി സൈന്ധവ സംസ്കാരത്തിൽ നമ്മൾ കാണുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ബ്രൗഹി ഹിൽസ് എന്ന് പറയപ്പെടുന്ന ഹിൽസാണ്. അവിടെ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശൈവാരാധന കേന്ദ്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശൈവാരാധനയുടെ വളരെ ഒറിജിനലായ ഒരു രൂപം കാണുന്നത് റഷ്യയുടെയും യുക്രൈൻ്റെയും ബോർഡറിലാണ്. ഇപ്പോൾ യുദ്ധം നടന്നിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ ഒരു മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വന്നു. ഒരു 45 കൊല്ലത്തിന് മുമ്പ് ഈ മഞ്ഞൊക്കെ മാറ്റി അടിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തി. കാരണം ഈ യുക്രൈൻ്റെയും റഷ്യയുടെയും തെക്കുള്ള വലിയ കടലാണ് കാസ്പിയൻ കടൽ. ഈ കാസ്പിയൻ കടലിന് പേര് വരുന്നത് കശ്യപ്യ മുനിയുടെ പേരിലാണ്. കശ്യപ്യ സാഗരം. കശ്യപ്യൻ്റെ മക്കളായിരുന്നു ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും. അപ്പോൾ ഈ കശ്യപ്യൻ താമസിച്ചിരുന്ന കടൽ തീരമായതുകൊണ്ടാണ് കശ്യപ്യ സാഗരം എന്ന് വിളിച്ചത്. അതാണ് ഈ കാസ്പിയൻ കടൽ എന്ന് പറയുന്നത്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്കമനിസ്ഥാൻ, കിർഗിസ്ഥാൻ ഈ 6 രാജ്യങ്ങളിലായി 4000-ഓളം ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിൽപ്പുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ശൈവാരാധന കേന്ദ്രങ്ങളാണ്. മഹാദേവൻ്റെ പ്രതിഷ്ഠയുള്ള, ശിവലിംഗ പ്രതിഷ്ഠയുള്ള കേന്ദ്രങ്ങളാണ്. ഈ കാസ്പിയൻ കടൽ തീരത്തു നിന്നാണ് കശ്യപ മുനി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കാശ്മീരിലേക്ക് വരുന്നത്. കാശ്മീർ എന്ന വാക്കിൻ്റെ ഉത്ഭവം കശ്യപ്യമീർ, കശ്യപ്പൻ വൻ താമസിച്ച മല. ഇപ്പോഴുണ്ട് കശ്യപ്യമീർ അവിടെ.
കാശ്മീരിന് മുസ്ലിങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല. കശ്യപ് മീർ എന്നറിയപ്പെടുന്ന മലയുടെ അവിടെയാണ് താമസിച്ചത്. അങ്ങനെ കശ്യപൻ വേദങ്ങളിൽ നമ്മുടെ ദേവന്മാരുടെയും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയൊക്കെ പൂർവികനാണ്, ദാനവന്മാരുടെയൊക്കെ പൂർവികനാണ്. അവിടുന്ന് ശൈവാരാധന ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ ഇറാനിലെ പ്രസിദ്ധമായ രാജവംശം, പേർഷ്യൻ രാജവംശം, ആ രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാം സംസ്കൃത നാമധാരികളായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടാക്കിയ സൈറസ് ചക്രവർത്തി, സൈറസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ സരസ എന്നായിരുന്നു രാജാവിൻ്റെ പേര്. ഗ്രീക്കുകാരുടെ വായിൽ കൊള്ളാതെ അതങ്ങ് സൈറസ് എന്നാക്കി മാറ്റിക്കളഞ്ഞു. അയാളുടെ കൊച്ചുമോനായിരുന്നു സർക്സസ് രാജാവ്. സർക്സസ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ സഹർഷ, അതാണ് സർക്സസ് ആക്കിയത് ഗ്രീക്കുകാർ. അയാളുടെ മോനാണ് ഞങ്ങളുടെ വേദോത്സവത്തിലെ എസ്തർ രാജ്ഞിയെ കല്യാണം കഴിച്ച അർട്ടാർസെക്സസ്, സംസ്കൃതത്തിലെ അർത്ഥസഹർഷൻ. ഇറാന് ഇന്ന് മുസ്ലിം രാജ്യമാണ്. പക്ഷേ ഇറാനിൽ ശിവലിംഗ പ്രതിഷ്ഠയും ശിവക്ഷേത്രങ്ങളും ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇറാഖിലെ പ്രസിദ്ധമായ മിട്ടാനികൾ ശൈവാരാധനക്കാരായ, അതിനപ്പുറത്തുള്ള തുർക്കിയിലെ പ്രസിദ്ധമായ ഹിറ്റൈറ്റുകൾ, അവരുടെ പ്രധാനപ്പെട്ട ദേവന്മാർ ഇന്ദ്രൻ, വിത്രൻ, വരുണൻ, ഋഗ്വേദത്തിലെ ദേവന്മാരാണ് അവരുടെ ദേവന്മാർ. എന്തിനു പറയുന്നു? സൗദി അറേബ്യയിൽ നിന്ന് ശിവലിംഗ പ്രതിഷ്ഠ കണ്ടെത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ, മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയാണ്. ഈജിപ്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം, അവിടുന്ന് ശിവലിംഗ പ്രതിഷ്ഠയും ശൈവ സമാനമായ രൂപങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ വന്നിട്ട് ഹിമാലയ പർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്നൊരു 100 കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കുള്ള ക്ഷേത്രം. 4000-ഓളം ക്ഷേത്രങ്ങൾ തെക്കൻ ചൈനയെ കണ്ടെത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷവും ശൈവാരാധനയുടെ ക്ഷേത്രങ്ങളാണ്, ലിംഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ്, മഹാദേവൻ്റെ പ്രതിമയുള്ള ക്ഷേത്രങ്ങളാണ്. ഇന്ത്യയിൽ നമ്മളിറങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൂടെ പോയാലോ, ബർമ്മ, മലേഷ്യ, ഇതെല്ലാം ഹിന്ദു രാഷ്ട്രങ്ങളായിരുന്നു. അവിടെ വളരെ പ്രസിദ്ധമായ ആണ് കംബോഡിയയിലെ അങ്കോർ വാറ്റ് ക്ഷേത്രം. 10 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ക്ഷേത്രം പണിഞ്ഞിരിക്കുകയാണ്, 5500 ഏക്കറിൽ. ഓമല്ലൂരും പത്തനംതിട്ടയും എല്ലാം ഉൾപ്പെട്ട ഒരു ക്ഷേത്രം നിൽക്കുന്ന മനസ്സിലും ധരിച്ചു നോക്കിയേ. ലോകത്തിലൊരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്റർ ആലയമില്ല. ഞങ്ങളുടെയൊക്കെ കത്തോലിക്കയിലെ മാർപ്പാപ്പയുടെ വത്തിക്കാനില്ലാത്തൊരു 30 ഏക്കറുള്ളൊരു പള്ളിയുണ്ട്, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇത് 10 ചതുരശ്ര കിലോമീറ്ററാണ്. അങ്കോർ വാറ്റിലെ പ്രസിദ്ധമായ രൂപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുഴുവൻ മഹാദേവനാണ്, ശിവലിംഗമാണ്, പരമശിവൻ്റെ കഥയാണ്, രാമായണത്തിലെ കഥയാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇതിവൃത്തം മുഴുവൻ. ഇനി അവിടെ നമ്മളങ്ങോട്ട് ഇന്തോനേഷ്യയിലോട്ട് ചെന്നാലോ? ഇന്തോനേഷ്യയിൽ പണ്ടൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നു ഇന്തോനേഷ്യ. ഇപ്പോഴാണത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാഷ്ട്രമായിട്ട് മാറിയത്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം, 1.5 കിലോമീറ്റർ നീളമുള്ള ബൊറോബുദൂർ ക്ഷേത്രം. അത് ഒറിജിനലി ഹിന്ദുമത ക്ഷേത്രമായിരുന്നു, പിന്നീട് ബുദ്ധമതക്കാരുടെ ക്ഷേത്രമായി മാറി. ബൊറോബുദൂർ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റിൽ കൂടെ കയറിയാൽ 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ക്ഷേത്രം നിൽക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങണമെങ്കിൽ 1.5 കിലോമീറ്റർ പോകണം. ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ മുഴുവൻ മഹാദേവനാണ്, പരമശിവൻ്റെ കഥയാണ് പറയുന്നത്. പിന്നെ ബുദ്ധമതത്തിൻ്റെ രൂപങ്ങൾ ഒരുപാട് പിന്നീട് അവിടെ വന്നു ചേർന്നു. വളരെ രസകരമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ്. അതിൻ്റെ വടക്കാണ് ഈസ്റ്റർ ഐലൻഡ്. ഈസ്റ്റർ ഐലൻഡിൽ നിന്നാണ് സൈന്ധവ നദീര സംസ്കാരത്തിൻ്റെ ലിപി ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. അതായത് സൈന്ധവ നദീര സംസ്കാരം സിന്ധു നദീ തീരത്ത് മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി കറങ്ങി അങ്ങ് പസഫിക് സമുദ്രത്തിൻ്റെ വടക്കറ്റം വരെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയാലോ, അവിടുത്തെ മൗറികളുണ്ട്, ആദിവാസികൾ. അവരുടെ ഒരു പുണ്യക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലൊരു മണി ഉണ്ടായിരുന്നു. ആ മണി പരിശോധിച്ചപ്പോൾ അതിനകത്ത് തമിഴ് ലിപിയിൽ വട്ടെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നു, പരമശിവൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുകയാണ്. മൗറികളും ശൈവാരാധനക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഈ 30 കോടി ശൈവാരാധനക്കാർ അവരുടെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട്. കാശിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം, ബദ്രീനാഥിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. പരമശിവൻ്റെ ഒരു മഹാദേവ ക്ഷേത്രമാണ്.
ചോളന്മാരെല്ലാവരും തന്നെ ശൈവാരാധനക്കാരായിരുന്നു. രാജേന്ദ്ര ചോളനും രാജരാജ ചോളനും ഒക്കെ അവരിവിടുന്ന് പോയിട്ടാണ് ബർമയും മലേഷ്യയും സിംഗപ്പൂറും ഒക്കെ പിടിച്ചെടുത്തത്. വിയറ്റ്നാം വിയറ്റ്കോങ്ങിൽ പിടിച്ചത് 250 കൊല്ലം മുമ്പാണ്. അതിനു മുമ്പ് 1000 വർഷം വിയറ്റ്നാം ഹിന്ദുമത രാഷ്ട്രമാണ്. അവരെയൊക്കെ വിളിച്ചിരുന്നത് ജയ, ശ്രീവിജയ, ചമ്പ എന്നൊക്കെയായിരുന്നു രാജ്യങ്ങളുടെ പേര്. ഹിന്ദുമത രാജ്യങ്ങളാണ്. ബേ ഓഫ് ബംഗാളിനെ പണ്ട് വിളിച്ച പേരെന്താണ്? ചോളത്തടാകം, ചോളന്മാരുടെ തടാകമാണ്. ഇവിടെ മുഴുവൻ ശൈവാരാധനയായിരുന്നു. ബർമ്മ, മലേഷ്യ, കംബോഡിയ, തായ്ലൻഡ്, നമ്മുടെ വിയറ്റ്നാം, ഇത് മുഴുവൻ ഹിന്ദുമത രാഷ്ട്രങ്ങളായിരുന്നു. ശൈവാരാധനക്കാരാണ്, ശൈവാരാധനയായിരുന്നു. തായ്ലൻഡിൻ്റെ പഴയ പേരെന്താണ്? സയാം. സയാം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്യാമദേശം. സംസ്കൃതത്തിലെ ശ്യാമദേശം, അതാണ് സയാം എന്ന് പറയുന്നത്. ജപ്പാൻ്റെ പഴയ പേരെന്താണ്? നിപ്പോൺ. നിപ്പോൺ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിപുണദേശം, നിപുണന്മാർ താമസസ്ഥലം. സംസ്കൃതത്തിലാണ് ജപ്പാനൊക്കെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശൈവാരാധന 10,000 കൊല്ലം പഴക്കമുള്ള ലോകത്തിലെ 30 രാജ്യങ്ങളിൽ പടർന്നു കിടന്ന ഒന്നാണ് ഈ ശൈവാരാധന. ആ ശൈവാരാധനയുടെ ഭാഗമാണ് വീരശൈവരും ലിംഗായത്തുകളും ഓക്കലിംഗാസും ശൈവ വെള്ളാളരും ഒക്കെ ഉൾപ്പെട്ട വിശാലമായ ഭാഗം. ഈ വലിയ ശൈവാരാധന കേരളത്തിലേക്ക് പ്രസിദ്ധമായി വീരശൈവരെ കൊണ്ടുവരുന്നത് AD 2-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ചിരുന്ന കളബ്രർ എന്നൊരു രാജവംശമായിരുന്നു. കാലഭൈരവൻ എന്ന് മലയാളത്തിൽ നമ്മൾ എളുപ്പത്തിൽ വിളിക്കും കളബ്രറെ. കളബ്രറുടെ രാജാക്കന്മാർ 2 തലമുറ കഴിഞ്ഞപ്പം ബുദ്ധമതത്തിൽ പോയി. അവിടെ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു അച്യുത വികണ്ഠൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം ചേരന്മാരെ തോൽപ്പിച്ചു, പാണ്ഡ്യന്മാരെ തോൽപ്പിച്ചു, അദ്ദേഹം ചോളന്മാരെ തോൽപ്പിച്ചു. സിലോണിൽ ചെന്നിട്ട് നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സിലോൺ അച്യുത വികണ്ഠൻ പിടിച്ചു. AD 646 പാണ്ഡ്യരാജാവായ കടുങ്ങോൺ ഒരു യുദ്ധത്തിൽ ഈ കളബ്രറെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് പരശുരാമൻ കേരളത്തിലേക്ക് വരുന്ന, മഹാരാഷ്ട്രയിൽ നിന്ന് വാമന പരശുരാമൻ കേരളത്തിലേക്ക് വരുന്ന സംഭവം. കളബ്രർ തെക്കേ ഇന്ത്യ പിടിച്ചപ്പോൾ അവരുടെ ആരാധനാമൂർത്തികളെയും അവരുടെ പുരോഹിതന്മാരെയും ഈ തെക്കോട്ട് കൊണ്ടുവന്നു. അതിൽ പ്രമുഖരാണ് വീരശൈവർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പുരോഹിതന്മാർ, നമ്പൂതിരിമാർ 7-ാം നൂറ്റാണ്ടിൽ വരുന്നതിന് മുമ്പ് പുരോഹിതന്മാർ വീരശൈവന്മാരായിരുന്നു. ആ വീരശൈവർ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ഉപദേശികളായിരുന്നു. പക്ഷേ 1881 ബ്രിട്ടീഷുകാർ ഒരു ചതിപ്രയോഗം നടത്തി കളഞ്ഞു. അവർക്ക് ഇന്ത്യയെ വിഭജിക്കണം. അവന്മാരെന്ത് ചെയ്തു? ഒരു ജാതി സെൻസസ് ഉണ്ടാക്കി. ആ ജാതി സെൻസസ് വെച്ചിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ 7462 ജാതികളാക്കി. ഇന്ത്യക്കാർക്ക് 4 ജാതി ഉണ്ടായിരുന്നു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണനെ അവൻ 158 ജാതിയാക്കി. അയ്യർ സെപ്പറേറ്റ്, അയ്യങ്കാർ സെപ്പറേറ്റ്, നമ്പൂരി സെപ്പറേറ്റ്, നമ്പൂരിപ്പാട് സെപ്പറേറ്റ്, പാട്ടർ സെപ്പറേറ്റ്, അങ്ങ് വിഭജിച്ച് കേരളത്തിലെ ജനസംഖ്യയിൽ 12% നായന്മാർ, അവരെ 58 ജാതിയാക്കി. ഉണ്ണിത്താൻ സെപ്പറേറ്റ്, വല്യത്താൻ സെപ്പറേറ്റ്, താങ്കൾ സെപ്പറേറ്റ്, കുറുപ്പ് സെപ്പറേറ്റ്, പിള്ള സെപ്പറേറ്റ് അടിച്ച് പറത്തി കഷ്ണങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. കേരളത്തിൽ കഷ്ടിച്ച് 12% SC/STs അവരെ 58 ജാതിയായിട്ട് മാറ്റിക്കളഞ്ഞു. ഈ മാറ്റിയ പ്രോസസ്സിൽ വീരശൈവരെ പ്രത്യേകം ഒരു 30 കോടി ജനങ്ങളുള്ളൊരു വലിയ കമ്മ്യൂണിറ്റിയെ കട്ട് ചെയ്ത് ലിംഗായത്ത് സെപ്പറേറ്റ്, വീരശൈവൻ സെപ്പറേറ്റ്, ഓക്കലിംഗ സെപ്പറേറ്റ്, ശൈവ വെള്ളാളർ സെപ്പറേറ്റ്, ഇങ്ങനെ തിരിച്ച് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അവൻ ചെയ്തൊരു ചതിയുണ്ട്. ആ ചതിയിൽ വീരശൈവരെ, രാജാക്കന്മാരുടെ അഡ്വൈസറായിരുന്ന, ഭൂസ്വത്തുക്കൾ ഒരുപാടുണ്ടായിരുന്ന വീരശൈവരെ OBC ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റിക്കളഞ്ഞു. ആ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റിയപ്പം ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം പൂജാരിമാരായിരുന്ന വീരശൈവർ ആ പൂജാരി സ്ഥാനം ബ്രാഹ്മണൻ പിടിച്ചെടുത്തു 7-ാം നൂറ്റാണ്ടിന് ശേഷം. എന്നിട്ട് അധകൃതനായ വീരശൈവന് അവൻ പൂജാരിയായിരുന്ന ക്ഷേത്രത്തിൽ കയറാൻ പറ്റാതായി. ക്ഷേത്രപ്രവേശത്തിൻ്റെ ഭാഗമായി എഴയേണ്ട സ്ഥാനത്തെത്തി വീരശൈവൻ. ഇത് ബ്രിട്ടീഷുകാർ ചെയ്തൊരു ചതിയാണ് 1881. അപ്പോൾ
OBC സ്ഥാനം വേണ്ടാന്ന് വല്ലതും ഞാൻ പറഞ്ഞ എന്നെ തല്ലിക്കൊല്ലാൻ പറ്റും. കാര്യം ഇച്ചിരി സംവരണം കിട്ടുന്ന സാധനം വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിടത്തില്ല. അത് പോട്ടെ. അപ്പോൾ 1881 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ചതിയാണ് വീരശൈവനെ സെപ്പറേറ്റ് ചെയ്ത് OBC ആക്കി മാറ്റിയത്. നിങ്ങളങ്ങനെ OBC ഒന്നും അല്ല, നിങ്ങൾ ഇവിടുത്തെ മുന്നോക്ക സമുദായമായിരുന്നു. തെക്കേ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളുടെയും പൂജാരിമാർ നിങ്ങളായിരുന്നു. കണ്ണൂരിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ പൂജാരി വീരശൈവനാണ്. പാലക്കാട്ടെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ പൂജാരി വീരശൈവനാണ്. പളനിയിലെ മഹാക്ഷേത്രത്തിൻ്റെ പൂജാരി വീരശൈവനായിരുന്നു പണ്ട്. ഇപ്പോഴാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, വീരശൈവനായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൂജാരി വർഗമായിരുന്ന രാജാക്കന്മാരുടെ അഡ്വൈസറായിരുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ് വീരശൈവൻ. ആ അർത്ഥത്തിൽ നിങ്ങൾ ആ വീരശൈവനെ മനസ്സിലാക്കണം. 30 കോടി ശൈവാരാധനക്കാരുടെ ഭാഗമായിട്ടുള്ള വീരശൈവ വിഭാഗത്തിന് മാത്രം കണക്കെടുത്താൽ 1.5 കോടിയിലേറെയുള്ള ഒരു സമൂഹം. ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് മത്സരിക്കണം. ഇനി അതുപോലെ നിങ്ങൾ ശൈവാരാധനയുടെ മഹത്വം പ്രഘോഷിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ സന്യാസിമാരായിരുന്നു. പഞ്ചമഹാ ഗുരുക്കന്മാരുടെ ശൃംഖല, പഞ്ചമ ക്ഷേത്രങ്ങളുടെ സ്ഥാനം, ഒരെണ്ണം ഉത്തരാഖണ്ഡിലാണ്, മറ്റേത് കാശിയിലാണ്, പിന്നൊരെണ്ണം മഹാരാഷ്ട്രയിലാണ്, പിന്നൊരെണ്ണം മധ്യപ്രദേശിലാണ്, പിന്നൊരെണ്ണം കർണാടകത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇത്രയും വിശാലമായ സംസ്ഥാനങ്ങളിലായിരുന്നു നിങ്ങളുടെ ഓരോ പഞ്ചമഹാ ആശ്രമങ്ങളുടെ സ്ഥാനം. അവിടെയാണ് ഇന്ത്യയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന് മുന്നോക്കം വഹിച്ച വീരശൈവരുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. നിങ്ങളൊരാളായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം വരെത്തിയ BD ജെട്ടി. കർണാടകത്തിലെ മുഖ്യമന്ത്രിമാരിൽ 6 പേര് നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവരാണ്. നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിരുന്ന ആളുകൾ ഉൾപ്പെടെ, നിജലിംഗപ്പ ഉൾപ്പെടെയുള്ള വലിയ വലിയ വ്യക്തികൾ. ഞാൻ വീരശൈവരുടെയും ലിംഗായത്തുകളുടെയും പ്രമുഖരായ ആളുടെ ഒരു ലിസ്റ്റ് എടുത്തുന്നില്ല. എൻ്റെ അമ്മോ, ഞാൻ കറങ്ങിപ്പോയി. 300ഓളം ഇന്ത്യ ചരിത്രം മാറ്റിമറിച്ച പ്രഗത്ഭരുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ പ്രസിഡന്റ് അയച്ചുതരാ ലിസ്റ്റ്. എത്ര മഹാന്മാരുടെ ശൃംഖലയാണ് നിങ്ങളുടെ സമൂഹത്തിൽ നിന്നുണ്ടായെന്ന് നിങ്ങൾ ഓരോ വീരശൈവരും മനസ്സിലാക്കണം. വളരെ ശ്രദ്ധയായിട്ട് ഈ വലിയ ലീഡർഷിപ്പ് വഹിച്ച ഒരു സമൂഹം, ആ സമൂഹം അവരുടെ ആരാധനക്രമങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങളെ സഹായിക്കാൻ വരുന്ന സംഘടനകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ വളരെ ശ്രദ്ധേയമായി രാമായണം വായിക്കുമ്പോൾ രാമായണത്തിലെ രാവണൻ ശൈവാരാധനക്കാരനാണ്. യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? ഹർ ഹർ മഹാദേവ്. പരമശിവനെ വിളിച്ചുകൊണ്ടാണ് രാവണൻ യുദ്ധത്തിന് ഇറങ്ങുന്നത്. യുദ്ധത്തിൽ തോക്കുന്നവരെ വല്ലാത്തവരുമായി കളയും. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ രാക്ഷസന്മാർ ശൈവാരാധനക്കാരായിരുന്നു. ഈ രാമായണം എഴുതിയ വാത്മീകി മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ കാണാൻ യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൽമീകി വന്ന് കയറിയ ദിവസം യുധിഷ്ഠിരൻ ഒരു 5 മണിയായപ്പോൾ എന്തൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കപ്പലൊണ്ടിയൊന്നുമില്ല, വേറെ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൽമീകി ചോദിച്ചു, എന്താ യുധിഷ്ഠിര, ഇന്ന ദിവസം ഒന്നും നിനക്ക് അറിഞ്ഞൂടെ? നീ ഇങ്ങനെയാണോ അവിടെ ഇരിക്കുന്നത്? യുധിഷ്ഠിരൻ ചിന്ത ദിവസം പ്രത്യേകം എന്താണ്? അന്ന് ഈ ഡയറിയും പഞ്ചാംഗമൊന്നും ഇല്ല, ഈ രാജാവായിട്ട് വിവരമില്ല. വാൽമീകി പറഞ്ഞു, ഇന്ന് ശിവരാത്രിയാണ്, നിനക്ക് ആരാണ് പരമശിവൻ അറിയാമോ? ശിവരാത്രിക്ക് എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ? ഏതൊക്കെ മന്ത്രം ചൊല്ലണമെന്നറിയാമോ? വാത്മീകി യുധിഷ്ഠിരനൊരു ക്ലാസ് എടുക്കുകയാണ്. മഹാഭാരതം അനുശാസന പർവം 118 അധ്യായം. അനുശാസന പർവം 118 അധ്യായത്തിൽ അതിഗംഭീരമായൊരു ക്ലാസ്സാണ് വാത്മീകി യുധിഷ്ഠിരൻ എടുക്കുന്ന ക്ലാസ്. ഓരോ വീരശൈവനും അനുശാസനപർവം 18 അധ്യായം വായിച്ചിരിക്കണം. അനുശാസനപൂർവ്വം 118 അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം ഓരോ വീരശൈവനും മന്ത്രിക്കുന്ന ഒരു ശ്ലോകമാണ്. എനിക്ക് സംസ്കൃതത്തിൽ ചൊല്ലാനുള്ള കഴിവില്ല. ആരാണ് പരമശിവനെന്ന് വാത്മീകി ഡിഫൈൻ ചെയ്യുകയാണ്. അനുശാസനപൂർവ്വം 118 അധ്യായത്തിൻ്റെ 8ാമത്തെ ശ്ലോകത്തിൽ. അവിടെ ശ്രദ്ധേയമായി വാത്മീകി പറയുന്നൊരു സാധനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരമശിവനെ ആരാധിക്കുമ്പം ഇന്ന് വൈകിട്ട് 4 മണി തൊട്ട് നാളെ വൈകിട്ട് 4 മണി വരെ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. രാത്രി നിങ്ങൾ ധ്യാനമിരിക്കണം. നോൺ വെജിറ്റേറിയൻ ഫുഡ് തൊടരുത്.
യുധിഷ്ഠിരന് വലിയ ഇഷ്ടമായിരുന്നു ഇറച്ചി. തൊടരുത്. പിന്നെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലേണ്ട ഏതൊക്കെയാണെന്ന് അറിയാമോ? ശിവരാത്രിക്ക് എല്ലാവരും ഒരേ മന്ത്രമല്ല ചൊല്ലുന്നത്, പല പല മന്ത്രമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ശിവരാത്രിക്ക് പരമേശ്വരനോട് പ്രാർത്ഥിക്കാൻ പോകുമ്പം ഗർഭിണികൾ പ്രത്യേകമായൊരു പ്രാർത്ഥിച്ചിരിക്കണം. ഗർഭത്തിലിരുന്ന് കുട്ടികൾ പഠിക്കുകയാണ്. ഇത് മഹാഭാരതം നമ്മൾ കേൾക്കുന്ന കഥയാണ്. അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ വേണ്ടി പഠിച്ചത് ഗർഭത്തിലിരുന്നാണ്. പ്രഹ്ലാദൻ ഗർഭത്തിരിക്കുമ്പോഴാണ് നാരദ മുനി നാരായണ നമ ചൊല്ലുന്ന കേട്ടിട്ട് വയറ്റിയിരുന്ന് പ്രഹ്ലാദൻ പഠിച്ചത്. ഇനി അഷ്ടാവക്ര മുനി ഗർഭത്തിരുന്നുകൊണ്ട് അപ്പൻ ചൊല്ലിയ മന്ത്രം തെറ്റിപ്പോയി. ഗർഭത്തിരുന്ന് തിരുത്തി. തന്തപ്പടി എന്തെന്നറിയാം, വയറ്റിലൊരു തൊഴി ഒഴിച്ചു കൊടുത്തു. ആ തൊഴി ഏറ്റോണ്ട് ഈ അഷ്ടാവക്രം ജനിച്ചപ്പോൾ വളഞ്ഞ് ജനിച്ചു പോയി. അപ്പോൾ ഈ ഗർഭത്തിലിരുന്നുകൊണ്ട് പഠിക്കുന്നു എന്നുള്ള വലിയ ശാസ്ത്രം ഭാരതം ലോകത്തെ പഠിപ്പിച്ചാണ്. ഈ ശാസ്ത്രപ്രകാരം പരമശിവനെ ആരാധിക്കുന്ന ഗർഭിണികൾ വളരെ ശ്രദ്ധേയമായ ഒരു മന്ത്രം ചൊല്ലും. ആ മന്ത്രം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് പരമശിവനെ സ്തുതിക്കുമ്പോൾ പരമശിവൻ ആ ഗർഭത്തിലുള്ള കുട്ടിക്ക് വലിയ ബുദ്ധിശക്തിയും കഴിവും കൊടുക്കും എന്നുള്ളതാണ്. ഇനി സാമ്പത്തികമായോ മറ്റ് രീതിയിലോ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ പരമശിവനെ പൂജിക്കുന്ന ആളുകൾ ചൊല്ലേണ്ട മന്ത്രം ശിവഗായത്രിയാണ്. ഗായത്രി മന്ത്രമുണ്ട്. ആ ഗായത്രി മന്ത്രം വ്യത്യസ്തമാണ്. ശിവഗായത്രി. പരമശിവനെ ആരാധിക്കുന്നവർ നോർമൽ ഗായത്രി മന്ത്രം അല്ല. അവർ ചൊല്ലുന്നത് ഭർഗോദേവസ്യ ധീമഹി അല്ല. അവർ ചൊല്ലുന്നത് ശിവഗായത്രിയാണ്. അപ്പോൾ ആ ശിവഗായത്രി ചൊല്ലുമ്പോൾ ഒരു ഭക്തന് അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണം എന്താണ്? വീരശൈവർ ആ മന്ത്രം ചൊല്ലുമ്പോൾ കിട്ടുന്ന വലിയ ഗുണം. ഇനി ശിവരാത്രിക്ക് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നത് പഞ്ചാക്ഷരിയാണ്. ഓം നമഃശിവായ. ഈ പഞ്ചാക്ഷരി വീരശൈവരും ബന്ധപ്പെട്ടാണ്. പഞ്ചമഹാഗുരുക്കന്മാർ ശങ്കരപീഠങ്ങൾ, പഞ്ചമഹാഗുരുക്കന്മാർ, മഹർഷിമാർ പഞ്ചാക്ഷരി എന്ന് പറയുന്ന പഞ്ചമാത. ഈ ശൈവാരാധനയുമായി ബന്ധപ്പെട്ടാണ് 5, വൈഷ്ണവാരാധനയുമായി ബന്ധപ്പെട്ടാണ് 8, പരമശിവനുമായി ബന്ധപ്പെട്ടാണ് ഈ 5. അതുകൊണ്ടാണ് പരമശിവനെ സ്തുതിക്കുന്ന പഞ്ചാക്ഷരി ഓം നമഃശിവായ 5 അക്ഷരത്തിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ശിവഗായത്രി വേണം ശിവരാത്രിക്ക് നിങ്ങൾ പാടാൻ, മറ്റേ ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇനി ഗർഭം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്, ഒരു സന്താനഗോപാല മന്ത്രമുണ്ട്. അത് വേണം രചിക്കാൻ, ഗർഭം ഉണ്ടാകാത്തത്. ഇനി കല്യാണം നടന്നിട്ടില്ല, കല്യാണം നടക്കണമെങ്കിൽ ചെറുക്കനും പെണ്ണും ശിവരാത്രിയുടെ അന്ന് ചൊല്ലേണ്ട പ്രസിദ്ധമായ മന്ത്രമുണ്ട്, കുട്ടികളുണ്ടാവാൻ വേണ്ടി ഒരു മന്ത്രം. ഇനി മരണഭയമാണ്, രാഹുറിൽ ശനിയുടെ അപഹാരമാണ്, സംഗതി കറങ്ങിയില്ലേ? ആ സമയത്ത് ആ മനുഷ്യൻ ഭക്തനോ ഭക്തിയോ ശിവരാത്രിക്ക് പോവും. അപ്പോൾ എന്തു പറ്റും? മൃത്യുഞ്ജയ ശിവസ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. മൃത്യുഞ്ജയ സ്തോത്രം വേറെയുണ്ട്. പരമശിവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മൃത്യുഞ്ജയ സ്തോത്രമാണ്, മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അപ്പോൾ ഒരേ ശിവരാത്രിയാണ്, എല്ലാവരും ചൊല്ലുന്നത് ഒരു മന്ത്രമല്ല, 8 മന്ത്രമാണ്. അപ്പോൾ ഓരോ മന്ത്രത്തിന് ശിവരാത്രിയുള്ള പ്രാധാന്യം എന്താണ്? ഇതെല്ലാം വീരശൈവർ ലോകത്തെ പഠിപ്പിച്ച കേട്ടോ, 8 മന്ത്രവും അതെങ്ങനെ ചൊല്ലണമെന്നും. വാത്മീകിയുടെ ക്ലാസ് വളരെ പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ ആരാധനക്രമത്തിൻ്റെ ഭാഗമായി, ശൈവാരാധനയുടെ ഭാഗമായി എന്തൊക്കെ പ്രാർത്ഥിക്കണം എന്ന് കൃത്യമായി വീരശൈവർ പഠിപ്പിക്കുകയാണ്. വീരശൈവർ അവരുടെ ജീവിത ഭാഗമായി സന്യാസിവര്യന്മാരെ സൃഷ്ടിച്ചു. അവരുടെ പ്രസിദ്ധമായ സന്യാസാശ്രമത്തിൽ പോയി പഠിച്ച ഒരാൾ മലയാളിയായി ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ വീരശൈവരുടെ ക്ഷേത്രത്തിൽ പോയി, ആശ്രമത്തിൽ പോയിരുന്നു പഠിച്ചു. ഇത് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ശങ്കര ദിഗ്വിജയത്തെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വീരശൈവരുടെ അവിടെ പോയി ശങ്കരാചാര്യർ പഠിച്ചതെന്ന്. അങ്ങനെ പഠിച്ചിട്ട് അദ്ദേഹം സർവീച്ചമ്പീഠം കയറി ശാരദാമഠത്തിൽ പ്രസിദ്ധമായ ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ ക്ഷമചോദിക്കലുണ്ട്. അത് വീരശൈവർ പൂജാരിമാരായിരുന്ന മഹാക്ഷേത്രം ഉപയോഗിച്ചിട്ടാണ്. അദ്ദേഹം പോയി ശിവലിംഗത്തെ വലം വെച്ചു, അതിനുശേഷം ക്ഷേത്രത്തെ വലം വെച്ചു. എന്നിട്ട് ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ മാപ്പപേക്ഷയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര, നീ ഈ ശിവലിംഗത്തിലുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതിനെ വലം വെച്ചത് എന്നോട് നീ ക്ഷമിക്കണം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര, നീ ക്ഷേത്രത്തിൽ താമസിക്കുന്നത് വിശ്വസിച്ചിട്ട്
ഈ ക്ഷേത്രത്തിൽ ഞാൻ ഈ 3 വലം വെച്ച് എൻ്റെ മൗഢ്യം എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ശൈവാരാധനയുടെ മഹാത്മ്യം ശങ്കരാചാര്യ വായിന്ന് വരികയാണ്. ആ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് പാടുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ മൗഢ്യം വളരെ കൃത്യമായിട്ട് വിവരിക്കുകയാണ്. അപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നത്, ലിംഗം എന്ന് പറഞ്ഞാൽ യൂണിയൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള യൂണിയനാണ് ലിംഗം. അല്ലാതെ പുരുഷൻ്റെ ലൈംഗിക അവയവമല്ല ലിംഗം. സാധാരണ മനുഷ്യനങ്ങ് തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ ലിംഗം എന്ന് പറയുന്നത്, ലിംഗം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യൂണിയൻ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഐക്യം. ആ ഐക്യമാണ് ശിവലിംഗ പ്രതിഷ്ഠയിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യോനി പൂജ. യോനി പൂജ നമ്മൾ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. മനുഷ്യന് ഈ ഭൂമുഖത്തിൽ നിന്ന് ഡിസപ്പയർ ചെയ്യാൻ പല മാർഗമുണ്ട്. മനുഷ്യന് കൊല്ലപ്പെടാം, ആത്മഹത്യ ചെയ്യാം, അപകടമരണം ഉണ്ടാവാം, സ്വച്ഛനിവൃത്തി ഉണ്ടാവാം. മനുഷ്യന് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ആയിരക്കണക്കിന് മാർഗം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഭൂമിയിലേക്ക് വരാൻ ഈശ്വരൻ ഒരൊറ്റ മാർഗ്ഗമേ തന്നിട്ടുള്ളൂ, അമ്മയുടെ ഗർഭപാത്രം. വേറെ ഒരു വിധേടും ഇല്ല ഭൂമിയിലേക്ക് വരാൻ. അപ്പോൾ ആ നമ്മുടെ ഉത്ഭവം എന്താണോ ആ ഉത്ഭവത്തെപ്പറ്റി ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായി നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് യോനി പൂജ നടത്തുന്നത്. അല്ലാതെ സ്ത്രീയുടെ ലൈംഗികമല്ല ഈ യോനി, പുരുഷൻ്റെ ലൈംഗികമല്ല ഈ ലിംഗം. അത് സാധാരണ മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ ഫിലോസോഫിക്കലി എന്താണ് ലിംഗം, എന്താണ് യോനി എന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണാം. പക്ഷേ ആ പരമശിവൻ്റെ മഹത്വം ശങ്കരാചാര്യർ പറയുമ്പോൾ തന്നെയാണ് ശങ്കരാചാര്യൻ്റെ 9 മാപ്പപേക്ഷ. ഒരു വീരശൈവൻ മനസ്സിലാക്കേണ്ടതാണ്. അവൻ ആരാധിക്കുന്ന ശൈവാരാധനയിൽ അവൻ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ ആ മാപ്പപേക്ഷ എന്ന് പറയുന്നത്. ആ ആരാധനയുടെ ഭാഗമായി വളരെ കൃത്യമായി നമ്മൾ ആ പൂജകൾ നടത്തണം. 8 മന്ത്രങ്ങൾ പഠിച്ചിരിക്കണം. വാത്മീകി പറയുന്ന പോലെ അതാത് മന്ത്രങ്ങൾ ചൊല്ലി ശൈവാരാധന നടത്താനായിട്ട് കഴിഞ്ഞിരിക്കണം. ആ ശൈവാരാധന വരുമ്പോൾ അവിടെ കൃത്യമായ രൂപസങ്കല്പം നമുക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ എന്താണ് ഈ ശൈവസങ്കല്പം? അത് നമ്മളെ പഠിപ്പിക്കുന്നത് ശിവപുരാണം എന്ന പ്രസിദ്ധമായ കൃതിയാണ്. ഒറിജിനൽ ശിവപുരാണം 98,000 ശ്ലോകമായിരുന്നു. 98,000 ശ്ലോകം. ഒരിക്കൽ വേദവ്യാസൻ രോമകർഷണനെ കാണുമ്പോൾ രോമകർഷണൻ പറഞ്ഞു, എൻ്റെ വ്യാസ, നീ ഇങ്ങനൊക്കെ പുസ്തകം എഴുതിയാൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകും. ഈ ഒരു മഹാഭാരത 1,25,000 ശ്ലോകം, ശിവപുരാണം എഴുതി 98,000 ശ്ലോകം, ഞങ്ങൾ പാവപ്പെട്ട ജനത്തിന് എത്ര സമയം വായിക്കാൻ കിട്ടും? അതുകൊണ്ട് ഇത് കട്ടിയായിപ്പോയി. വേദവ്യാസൻ പറഞ്ഞു, ഓഹോ നീളം കൂടിപ്പോയല്ലേ, ഞാനിപ്പോൾ കുറച്ച് തരാം. വേദവ്യാസൻ അവിടെ ഇരുന്നുണ്ട് 98,000 ശ്ലോകമുള്ള ശിവപുരാണത്തെ 24,000 ശ്ലോകമുള്ളൊരു ശിവപുരാണമാക്കി മാറ്റിക്കൊടുത്തു. ഉഗ്രൻ. ഞാൻ എൻ്റെ ഒറിജിനലും 2 ഞാൻ വായിച്ചിട്ടുണ്ട്. ആ 24,000 ശ്ലോകങ്ങളുള്ള ശിവപുരാണം വായിക്കുമ്പോൾ പരമശിവൻ്റെ അഷ്ടദശാവതാരങ്ങൾ 18 അവതാരങ്ങളെ പറ്റി കൃത്യമായി പറയുകയാണ്. 12 അവതാരം മനുഷ്യരൂപമാണ്, 6 അവതാരം മൃഗരൂപമാണ്. അപ്പോൾ പരമശിവൻ്റെ ഓരോ അവതാരവും എന്തായിരുന്നു, ആ അവതാരത്തിൽ പരമശിവൻ ആ അവതാരത്തിലുള്ള സാധിച്ചെടുത്ത് എന്താണ്, ഇത് കൃത്യമായി ഒരു വീരശൈവൻ മനസ്സിലാക്കിയിരിക്കണം, ശൈവാരാധനക്കാരൻ മനസ്സിലാക്കിയിരിക്കണം. പരമശിവൻ്റെ 18 അവതാരം, 12 മനുഷ്യരൂപം, 6 മൃഗരൂപം. അപ്പോൾ ഓരോ മനുഷ്യാവതാരത്തിലൂടെയും പരമശിവന് ലോകത്തിന് ചെയ്തു കൊടുത്ത എന്താണ്, ഇതൊരു വീരശൈവന് മറ്റ് ശൈവാരാധന അറിയാത്തൊരു മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ കണ്ടാൽ അവനോട് എന്താണ് ഈ ശൈവാരാധന എന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി മുസ്ലിം വിചാരിക്കും പുരുഷൻ്റെ ലൈംഗികമായി എടുത്ത് പൂജിക്കുന്ന ആരാണ്ടാണ് ഈ ശൈവാരാധനക്കാരൻ. അപ്പോൾ അഷ്ടദശാവതാരങ്ങളുടെ സാരം, അർത്ഥം മനസ്സിലാക്കണം. ആ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ലോകത്തെ ഓരോ തവണയും എങ്ങനെയാണ് പരമശിവൻ മാറ്റിയെടുത്തതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് വനിതാ സംഘവുമായതുകൊണ്ട് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രസിദ്ധമായ പുസ്തകമാണ് പ്രസിദ്ധമായ ദേവി ഭാഗവതം. ഭഗവതി ദശാവതാരം ചെയ്തത് എങ്ങനെയാണ്? ഭഗവതി ഭൂമിയിലേക്ക് അവതരിക്കാൻ പോവാണ്. ഭഗവാൻ വന്നു, ദേവി ഞാനീ ഭൂമിയിൽ ആമയായിട്ടും പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, നീ എങ്ങനെ പോകരുത്, നീ ഒരു സ്ത്രീയാണ്. പുരുഷനായി ഞാൻ പല രൂപത്തിൽ പോകും, പക്ഷെ നീ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. ദേവി സമ്മതിച്ചു. അങ്ങനെ ദേവി മനുഷ്യരൂപം കൂടുകയാണ്. 10 തവണ ദേവി വരുന്നത് മനുഷ്യ സ്ത്രീയായിട്ടാണ്. ആദ്യമായി ദേവി വരുന്നത് ജ്ഞാനേശ്വരിയായിട്ടാണ്. ഒരു മനുഷ്യൻ അവൻ PhD യോ DLitt നോവൽ സമ്മാനം എന്ത് ബുന്ധം കിട്ടിയാലും കൊള്ളാം,
ആ കുട്ടിയുടെ തലച്ചോറിൽ ആദ്യം അറിവ് കൊടുക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് മഹാന്മാരായ മക്കളെ സൃഷ്ടിക്കാൻ അറിവുള്ള അമ്മമാരുണ്ടാവണം. അതിനാണ് ഭഗവതി ജ്ഞാനേശ്വരിയായിട്ട് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീയുടെ ഏറ്റവും വലിയ ജോലി മക്കളെ അറിവിൻ്റെ മേഖലയിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഭഗവതി ദുർഗാ ഭഗവതിയെ ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ്? അനുസരണം കെട്ട പുരുഷന്മാരെ, രാക്ഷസന്മാരെ കൺട്രോൾ ചെയ്യാനായിട്ട് ദുർഗാ ഭഗവതി വരികയാണ്. അത് കഴിഞ്ഞ് ഭഗവതി വരുന്നത് പാർവതിയായിട്ടാണ്. ഈ അവതാരം ശൈവാരാധനക്കാർ ശ്രദ്ധിച്ചാണ്. പാർവതി ഭൂമിയിലേക്ക് വരുന്നു. പരമശിവന് രൂപം മാറുമ്പോൾ പാർവതി രൂപം മാറും. പരമശിവൻ ഭൈരവനാവുമ്പോൾ പാർവതി മുത്താരമ്മയാവും. അപ്പോൾ ഓരോ 12 തവണ പരമശിവൻ മനുഷ്യരൂപം പൂണ്ടപ്പോൾ ഭഗവതി എങ്ങനെയാണ് 12 രൂപമാറ്റം ഉണ്ടായത്? അതൊരു വീരശൈവ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ മനസ്സിലാക്കിയിരിക്കണം ആ പാർവതിയുടെ രൂപമാറ്റങ്ങൾ. നാലാമതായി കാളി ഭഗവതി വരികയാണ്. കാളി ഭഗവതിക്കൊരു പ്രത്യേകതയുണ്ട്. ക്ഷിപ്രസാധ്യ. വേറെ ഏത് ദേവനോടും ദൈവയോടും പ്രാർത്ഥിച്ചാൽ ദേവനെന്ന് ആലോചിക്കും, ഓ ഭക്തൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, കൊടുക്കണോ വേണ്ടയോ? ഭദ്രകാളിക്ക് ആ പ്രശ്നമില്ല. ക്ഷിപ്രസാധ്യ. ചോദിച്ച് തീർക്കുകയാണ്, അപ്പോഴേ കൊടുത്തിരിക്കും ഭദ്രകാളി. അതാണ് ഭദ്രകാളിയുടെ പ്രത്യേകത. ആ ഭദ്രകാളി സംസാരശേഷിയുടെ ദേവതയാണ്. അതുകൊണ്ടാണ് നാക്ക് നീട്ടി രക്തം പുരട്ടിയിരിക്കുന്നത്. തലച്ചോറിന് ബുദ്ധി നൽകുന്നത് കാളി ഭഗവതിയാണ്. അതുകൊണ്ടാണ് തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ആ തലയോട്ടി കാത്തിരിക്കുന്ന തലച്ചോറിന് ബുദ്ധി ഉണ്ടാക്കുന്ന കാളി ഭഗവതിയുടെ ദാനമാണ്. മനുഷ്യന് പരീക്ഷ എഴുതുന്നതിൻ്റെ ആൾ കാളി ഭഗവതി. അതിനാണ് മനുഷ്യൻ്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണ് ഇട്ട് ഇങ്ങനെ കാളി ഭഗവതി നിൽക്കുന്നത്. കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. ശങ്കരാചാര്യർ ശാരദാപീഠത്തിൽ പാടുകയാണ്, വിശ്വേശ്വര നിൻ കനക കളയബര ദർശനമേ പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാളിക്ഷേത്രമുണ്ട്, മൃദംഗ ശൈലീക്ഷേത്രം കണ്ണൂർ. സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. 2 കോടി രൂപ വിലയുള്ള വിഗ്രഹമാണ് സ്വർണ്ണമുള്ള സുന്ദരി. 12 രാജകുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത കാളി ഭഗവതിയാണ്. 12 രാജാവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും. സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ് കാളി ഭഗവതി. ലോകത്തിലെ ഇന്ത്യയിലെ പ്രസിദ്ധമായ കാളിക്ഷേത്രങ്ങളൊക്കെ കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. പിന്നെ എന്തിനാണ് ഈ കാളിഭഗവതി കറുപ്പിച്ച് വെച്ചിരിക്കുന്നത്? കറുത്ത തെക്ക ഇന്ത്യക്കാരനും ബംഗാളികളും ദേവതയെ കാണാൻ പോകുമ്പോൾ മദാമ്മയുടെ കൂട്ടൊരു ദേവതയായിരുന്നു. ഈ ദേവത എൻ്റെ ആളല്ല കേട്ടോ എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കറുത്ത ഒരു ഭക്തൻ വന്ന് നോക്കുമ്പോൾ അയാളുടെ കൂട്ട് കറുത്ത ഒരു ദേവത, ഇത് നമ്മുടെ വർഗത്തിൽപ്പെട്ടാണെന്ന് ഒരു സാംശീകരണം ഉണ്ടാവണം. അതിനാണ് ഈ വെളുത്ത സ്വർണ്ണമുള്ള കാളി ഭഗവതിയെ കറുത്ത സ്ത്രീയായിട്ട് വെച്ചിരിക്കുന്നത്. പെണ്ണ് കാണാൻ പോയിട്ട് അമ്മാവൻ പറയും, ഓ പെങ്കൊച്ചനെ കണ്ട ഒരു കാളി ഭഗവതിയാ, കറുത്താന്ന് പറയാൻ വേണ്ടിയാണ് കാളി ഭഗവതി പിടിക്കുന്നത്. വല്ല തലയ്ക്ക് വിവരമില്ല, അതുകൊണ്ടാണ്. സ്വർണ്ണമുള്ള സുന്ദരിയാണ്. അപ്പോൾ ആ കാളി ഭഗവതി. 5ാമത് മനുഷ്യനൊരുപാട് സ്വത്തുണ്ടായി. സ്വത്തിനൊരു ദേവതാസങ്കല്പമാണ്. അതിന് ഭഗവതി ലക്ഷ്മി ദേവതയാവുന്നു 5ാമത്. 6ാമത് മനുഷ്യരോട് അറിവുണ്ടാക്കി. അവൻ പുസ്തകം എഴുതി, അവൻ ലൈബ്രറി ഉണ്ടാക്കി, അവൻ കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അതിനൊരു ദേവതാസങ്കല്പമാണ്. അതുകൊണ്ട് ഭഗവതി സരസ്വതി ഭഗവതിയായി വന്നു 6ാമത്. 7ാമത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമി വരികയാണ്, കൂട്ടുവേണം. അതുകൊണ്ട് ഭഗവതി രാധയായി ഭൂമിയിൽ വന്നു. രുക്മിണിയായിട്ടല്ല വന്നത്, സത്യഭാമയായിട്ടല്ല വന്നത്, നമ്പർ 1 നമ്പർ 2 ഭാര്യമാരായിട്ടല്ല വന്നേ. രാധയ്ക്ക് ഒരിക്കലും ശ്രീകൃഷ്ണനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. മുൻശാപമുണ്ട്, ശാപമുണ്ട് മഹർഷിയുടെ. അപ്പോൾ ലൈംഗിക വീഴ്ച ഇല്ലാതെ, വിവാഹമില്ലാതെ ഒരു പുരുഷൻ സ്ത്രീ എങ്ങനെ സ്നേഹിക്കണം നമ്മളെ പഠിപ്പിക്കാനാണ് രാധ വന്നത്. അല്ലാതെ ഉദ്ഘാടകം പറഞ്ഞ പോലുള്ള പോയി ബന്ധത്തിൽപ്പെട്ടിട്ട് വെടിവെച്ചും മറ്റൊക്കെ ചാവാൻ പോരുത്. അതല്ല രാധയുടെ സ്നേഹം. നമ്മളെ പഠിപ്പിക്കുകയാണ് പുരുഷൻ സ്ത്രീ സ്നേഹിക്കാം. ലൈംഗിക വീഴ്ച വിവാഹമൊന്നും വേണ്ട. എങ്ങനെ, ഹൗ ടു കീപ്പ് യുവർ റെസ്പെക്റ്റ്. 8ാമത് ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം. ഭഗവതി പറഞ്ഞു, ഗായത്രി എന്നുള്ള പേര് തന്നെ സ്ത്രീലിംഗല്ലേ, ഞാൻ പൊക്കളാന്നോ. ഭഗവതി ഗായത്രിയെ ഭൂമിയിൽ ഗായത്രി മന്ത്രം മനുഷ്യശ്രീ കൊടുത്ത് ഭൂമിയിൽ അവതരിച്ചു. ഗായത്രി മന്ത്രം ചൊല്ലി നമ്മളെ പഠിപ്പിച്ചു. MS സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും പണ്ട് ഭഗവതി പാടിയ ഏകദേശം എങ്ങനെ ആയിരിക്കാം. 9ാമത് ഭഗവതി ശക്തീശ്വരിയായി. 10ാമത് ഭഗവതി ലാസ്റ്റ് അവതാരം. ഭഗവാൻ ചോദിച്ചു, ഭഗവതിയെ എന്താണ് ലാസ്റ്റ് അവതാരം? ഭഗവതി പറഞ്ഞു, കലിയുഗമല്ലേ, മനുഷ്യൻ്റെ നാക്കിനും മധുരവും തലച്ചോറിനും ബുദ്ധിയും കൊടുക്കാൻ വേണ്ടി തേനുടെ ദേവതയെ ഞാൻ പോകുന്നുണ്ട്. ഭ്രമരം എന്ന് പറഞ്ഞാൽ തേനീച്ച, തേനുടെ ദേവതയെ വരികയാണ്. ഈ ഭഗവാനും ഭഗവതിയും ഭൂമി വരുമ്പോൾ അതിനൊരു ഒരു ഓർഡറുണ്ട്. ഹൃദയയുഗത്തിൽ 4, ത്രേതായുഗത്തിൽ 3, ദ്വാപരയുഗത്തിൽ 2, കലിയുഗത്തിൽ 1. 4, 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിലാണ് ഭഗവാനും ഭഗവതിയും വരുന്നത്.
അപ്പോൾ ഈ പരമശിവൻ്റെ ശിവപുരാണം വായിക്കുമ്പോൾ പരമശിവൻ്റെ 18 അവതാരം, അതിൽ പാർവതി ഓരോന്ന് രൂപം മാറുന്നത് എങ്ങനെയാണ്, ആ സങ്കല്പം എന്താണെന്നൊരു വീരശൈവൻ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ വീരശൈവനല്ലാത്ത ഒരാളിനോട് എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന വീരശൈവനെ പറ്റിയിരിക്കണം. നിങ്ങൾ പുരോഹിതന്മാരായിരുന്ന, പൂജാരിമാരായിരുന്ന പ്രസിദ്ധമായ ക്ഷേത്രം, ആയിരക്കണക്കിന് ക്ഷേത്രം നിങ്ങൾ പൂജാരിമാരായിരുന്നു ബ്രാഹ്മണരത് പിടിച്ചെടുക്കുന്നതിന് മുമ്പ്. അതിൽ വളരെ പ്രസിദ്ധമായ ചില ക്ഷേത്രങ്ങളാണ്. അതിൽ വളരെ പ്രധാനമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും. ഗണപതിക്ക് ആയിരക്കണക്കിന് ക്ഷേത്രമുണ്ട് ഇന്ത്യയിൽ. പക്ഷേ വീരശൈവർ പൂജാരിമാരായിരുന്ന തെക്കേ ഇന്ത്യയിലെ ഗണേശ ക്ഷേത്രങ്ങൾക്കൊരു പ്രത്യേകത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധം പളനി ക്ഷേത്രമാണ്. നിങ്ങളായിരുന്നു അവിടുത്തെ പൂജാരിമാർ. പളനി ക്ഷേത്രത്തിൽ കാവടി ആടിയിട്ടാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രത്യേകത എന്താണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രത്യേകത വീരശൈവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകതയാണ്. പാർവതി പറഞ്ഞു, ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ആര് കണ്ടാലും ആകർഷിക്കപ്പെടണം, ശ്രീമതിയെ കണ്ടാൽ ആരും ആകർഷിക്കപ്പെടണം. അങ്ങനെ പെൺകുട്ടികളെ മാറ്റാനുള്ള വരം ഞാൻ നിനക്ക് തരികയാണ് സുബ്രഹ്മണ്യാണ്. അപ്പോൾ പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിലേ പോകുന്നത് എവിടെയാണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ്. കാരണം ആര് കണ്ടാലും മോഹിക്കുന്ന ഒരു യുവതിയായി, ഒരു സുന്ദരിയായി അവൾ മാറണം. സൗന്ദര്യം കൊണ്ട് മാത്രമല്ല സ്ത്രീ ആകർഷിക്കപ്പെടുന്നു, സ്വഭാവം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ട് ആകർഷിക്കപ്പെടും. ആക്കി മാറ്റാൻ നമ്മളൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് പോകുന്നത്, പളനി ക്ഷേത്രത്തിൽ പോകും. 2, കുട്ടികളില്ലാത്തവർ ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്ന എവിടെയാണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ്. കാരണം ജനിക്കുന്ന കുട്ടി വളർന്ന് സമൂഹത്തിന് സംഭാവന ചെയ്യുന്നൊരു മഹാനോ മഹതിയായി തീരാൻ വരം കിട്ടിയിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്കാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോവും. ഇനി ഭൂതപ്രേത ബാധകൾ ഉണ്ടാകാതിരിക്കാൻ എവിടെ പോവും? സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോവും. കാര്യം അച്ഛൻ പരമശിവൻ സുബ്രഹ്മണ്യോട് പറഞ്ഞു, സുബ്രഹ്മണ്യ, ഭൂതപ്രേതങ്ങളുടെ മുകളിലുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാണ് മോനെ. നീ ഒരു മയിലിൻ്റെ പുറത്തല്ലേ, നീ അടിച്ച് പറത്തി പോയി ഏത് മുഖത്തെ ഓടിച്ചിട്ട് പിടിച്ചാണ്. എലിയുടെ പുറത്തിരിക്കുന്ന ഗണപതി കൊടുത്തൊരു കാര്യമില്ല സുബ്രഹ്മണ്യ സ്വാമിയോട്. അപ്പോൾ ഒരു വീട്ടിൽ ഭൂതപ്രേത ബാധയുണ്ടായാൽ എവിടെ പോവും? പളനി പോവും, ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോവും. സുബ്രഹ്മണ്യ സ്വാമിയുടെ 5 ആരാധനകളാണ്. ആ 5 ആരാധനകൾ വീരശൈവർ പൂജാരികളായിരുന്നപ്പോൾ പളനിയിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങളുണ്ടാക്കിയ ആരാധനയാണ്. ഗർഭിണിക്ക്, പ്രസവിക്കാത്തവർക്ക്, കല്യാണം നടക്കാനുള്ളവർക്ക് എല്ലാം, ഭൂതപ്രേത ബാധയിൽ നിന്ന് ഒഴിവാകാൻ എല്ലാം സെപ്പറേറ്റ് ആചാരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ പൂജാരിമാരായിരുന്നപ്പോൾ നിങ്ങൾ പളനിയിൽ കാവടിയാട്ടം ഉണ്ടാക്കി. കാവടിയാട്ടം വീരശൈവരുടെ സംഭാവനയാണ്, കാവടിയാട്ടം. അപ്പോൾ എങ്ങനെയാണ് കാവടിയാട്ടം? കാവടിയാട്ടത്തിന് നമ്മൾ ആ കാവടിക്കകത്ത് 5 സാധനം നിറച്ചിട്ടാണ് നമ്മൾ കാവടിയാടുന്നത്. അപ്പോൾ മംഗളകാര്യത്തിന് പോവുകയാണ്. അതിന് മംഗളകാര്യമായ കളറെല്ലാം ഇട്ടിട്ട് ആണ് കാവടിയാട്ടം. 2ാമത് സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ പളനിയിൽ അവകാശം ഉണ്ടായിരുന്നു. വസ്ത്രത്തും അപ്പപ്പാട്ടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾ എന്താ കൊണ്ടുവരുന്നത്? പാൽ കൊണ്ടുവരും. അതാണ് പാൽക്കാവടി, രാവിലെ വരുന്ന പാൽക്കാവടിയാണ്. ഇനി കൃഷിക്കാരെന്ത് ചെയ്യും? കൃഷിക്കാർ പോയി ശർക്കര കൊണ്ടുവരും. ശർക്കര കൊണ്ടുവന്നിട്ട് ശർക്കര കൊടുക്കും. എന്നിട്ട് ശർക്കര കാവടി, അടുത്ത കാവടി ശർക്കര കാവടിയാണ്. ഇനി വളരെ പ്രസിദ്ധമായ പനിനീര് കൊണ്ട് കാവടി ഉണ്ടാക്കും. പനിനീർ കാവടി. 5ാമത് മരിച്ചവരെ ഓർക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ ഓർക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? നമ്മളെ പൂർവികരെ കത്തിച്ച് കഴിഞ്ഞ് ഭസ്മം കൊണ്ടുവരും. ആ ഭസ്മക്കാവടി കൊണ്ടുവരും, ഭസ്മക്കാവടി. അപ്പോൾ പളനിമല കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യൻ്റെ പീലിക്കാവടി മംഗളത്തിന് രാവിലെ ആദ്യം കൊടുക്കുന്നത് പീലിക്കാവടിയാണ്. പിന്നെ സ്ത്രീകളുടെ പാൽക്കാവടി, പിന്നെ കൃഷിക്കാരൻ്റെ ശർക്കര കാവടി, പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും പെണ്ണിനും പനിനീര് കൊണ്ടുള്ള കാവടി, മരിച്ചവരെ ഓർക്കുമ്പം അതിന് ഭസ്മക്കാവടി. എന്തൊരു അർത്ഥമുള്ള ഓരോ കാവടിയുടെ അർത്ഥം നമ്മൾ ആലോചിച്ചൊക്കെ എന്തൊരർത്ഥമെന്നറിയാമോ? ഇത് നിങ്ങളവിടെ പൂജാരിമാരുടെ ഉണ്ടാക്കിയപ്പോഴാണ്, വീരശൈവരുടെ കയ്യിൽ പളനി ഇരുന്നപ്പോഴാണ് ഈ ആരാധനാ സമ്പ്രദായം ഉണ്ടാക്കുന്നത്.
അപ്പോൾ ജനങ്ങളുടെ ഓരോ സ്റ്റേജുമായി ബന്ധപ്പെട്ട് ആരാധനാലയം ആചാരവും വീരശൈവർ പളനിയിൽ കൊടുത്താണ്. ഇനി വളരെ പ്രസിദ്ധമായ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം, ഭയങ്കര ക്ഷേത്രമാണ്. ഞാൻ ബൃഹദേശ്വരം കാണാൻ പോയി. 10,000 രൂപങ്ങളിങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. രാമായണത്തിൻ്റെ മഹാഭാരതത്തിന് മുഴുവൻ കഥ ഇങ്ങനെ കൊത്തി വച്ചിരിക്കുകയാണ്. ഞാനൊരു ബൈനോക്കുലർ ഉണ്ടോയെന്ന് ഇങ്ങനെ ഓരോ പ്രതിമയെ നോക്കി രാമായണത്തിൽ ഏത് കഥയാണ്, മഹാഭാരതത്തിൽ ഏത് കഥയാണ് കണ്ട് ഉച്ചയ്ക്കൊരു 2 മണി ആയപ്പോഴത്തേന് ഒരു 10% പോലും കണ്ടില്ല. അപ്പം ഞാൻ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിച്ചു, എടേ ഇത് മുഴുവൻ കാണാൻ എത്ര ദിവസം? സാർ ഒരു 3 ദിവസത്തോളം താമസിക്കാമോ? ഞാൻ തിരുവനന്തപുരത്തെ വിളിച്ചു. ഞാൻ ഡി ജി പി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ 2 ദിവസം അവധി എടുത്താണ് വന്നത് ഇത് കാണാനായിട്ട്, എനിക്കൊരു 3 ദിവസം അവധി വേണം. എന്തോടോ? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ ബൃഹദേശ്വര ക്ഷേത്രം കാണാൻ വന്നു. അപ്പോൾ ഈ DGP ഈ തഞ്ചാവൂരുകാരനാണ്. എന്തുകൂടെ അവിടെ കാണാൻ, ഞാൻ അവിടെ ജനിച്ചോളന്നല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി 3 ദിവസം അവധി എന്നാണ്. ഞാനൊരു ബൈനോക്കുലർ വെച്ച് ഒരു കസേരയിട്ടിരുന്ന് ആ ക്ഷേത്രത്തിന് ചുറ്റുമിരുന്ന് 1000 ശിവലിംഗങ്ങൾ, 1000 സർപ്പവിഗ്രഹങ്ങൾ, 262 അടി പൊക്കമുള്ള ക്ഷേത്രത്തിൻ്റെ മുകളിൽ 62 ടണ്ണുള്ള ഒരു കൃഷ്ണശില. ഭയങ്കര രാജരാജ ചോളൻ്റെ ഭയങ്കര ശക്തിയിൽ 1019 സ്ഥാപിച്ചതാണ് ബൃഹദേശ്വര ക്ഷേത്രം. അവിടെ പോയി വേണം പരമശിവൻ ആരാന്നും മനസ്സിലാക്കാൻ. ആ ഓരോ കൊത്തുപണി 10,000 ശില്പങ്ങളിലൂടെ പരമശിവൻ ആരാണെന്ന് കൃത്യമായി വിവരിച്ചിരിക്കുകയാണ്, ശ്രദ്ധേയമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായി പരമശിവനെയും കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കണം. പരമശിവൻ്റെ ആരാധനയുടെ ഭാഗമായി നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പം പരമശിവൻ്റെ കുടുംബം ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകളുടെ മീറ്റിംഗ് ആയിട്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ മനസ്സിലായി കാണും. പരമശിവൻ ഒരു കാളപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, പാർവതി ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. പലരും ചോദിക്കും, ഇതെന്തൊരു പരിപാടി? പരമശിവനല്ലേ സിംഹത്തിൻ്റെ പുറത്തിരിക്കേണ്ട, ഭാര്യ ഒരിക്കൽ ആളെ കൊടുത്താൽ പോരായിരുന്നു. പരമശിവൻ അങ്ങനെയല്ല. പരമശിവൻ പറഞ്ഞു, എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ വാഹനമല്ല, ഭാര്യയ്ക്കൊരു സ്റ്റാറ്റസൊക്കെ വേണം. ഭർത്താവ് ഒരു അംബാസഡർ കയറി പോയാലും കുഴപ്പമൊന്നുമില്ല, ഭാര്യയ്ക്കൊരു മിനിമം ഇന്നോവ കൊടുത്തിരിക്കണം, ഭാര്യ ഇച്ചിരി ഗമയിലൊക്കെ നടക്കണം. പരമശിവൻ ഭാര്യയ്ക്ക് നല്ല വാഹനം കൊടുത്തു. പാർവതിയുടെ വാഹനമായ പരമസിംഹം ഇടയ്ക്കിടയ്ക്ക് ഈ പരമശിവൻ്റെ കാളെ നോക്കും, കിട്ടിയാൽ തിന്നാൻ ബെസ്റ്റ് സാധനം. പക്ഷേ പാർവതിയുടെ വാഹനം ഒരിക്കലും പരമശിവൻ്റെ കാളെ കടിക്കാൻ പോവുകയില്ല. തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ പുറത്തിരിക്കുകയാണ്. വിഹക വീക്ഷണം, ടോട്ടൽ വിഷൻ്റെ ആളാണ് ഈ സുബ്രഹ്മണ്യൻ. അവിടെ ആകാശത്ത് പറഞ്ഞ് നിന്ന് കീപ്പോട്ട് നോക്കി മനസ്സിലാക്കാൻ സുബ്രഹ്മണ്യന് പറ്റും. പിന്നെ മയിലിങ്ങനെ ഇളകി ആടുകയാണ്. പെൺകുട്ടികളെ ആരും കണ്ടാൽ ആകർഷിക്കുന്ന മഹതികളാക്കി മാറ്റാൻ വേണ്ടി അമ്മ വരം കൊടുത്ത ആളാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് മയിലിങ്ങനെ ആടുമ്പോൾ മയിലിൻ്റെ സൗന്ദര്യം കാണാൻ ജനങ്ങൾ കൂടുന്ന പോലെ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന പെൺകുട്ടികളെ ആര് കണ്ടാലും ആകർഷിക്കും. പൂവാല ശല്യിച്ചിട്ട് കൂടും എന്നർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ. ഇത് സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു സംഭവമാണ്. ഈ പാർവതിയുടെ വാഹനമായ സിംഹത്തിന് മയിലിനെ വലിയ ഇഷ്ടം. മയിലിൻ്റെ ഇറച്ചിക്ക് ഭയങ്കര രുചിയാണ്. ഒറ്റ കടി കടിക്കുന്ന സിംഹം ഈ മയിലിൻ്റെ കഴുത്തിലോട്ട് ഒരു കുടവട മയിൽ എത്തും. പക്ഷേ പാർവതിയുടെ വാഹനമായ സിംഹം ഒരിക്കലും സുബ്രഹ്മണ്യത്തിൻ്റെ മയിലിനെ അറ്റാക്ക് ചെയ്യണം. സുബ്രഹ്മണ്യത്തിൻ്റെ വാഹനമായ മയിൽ ഇടയ്ക്കിടയ്ക്ക് പരമശിവൻ്റെ കഴുത്തിലോട്ട് നോക്കും. അവിടെ ഈ ശങ്കരാഭരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. വാസുകിയാണ്. ഈ വാസുകി പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ശങ്കരാഭരണം എന്ന് വിളിക്കുന്നത്, ശങ്കരൻ ആഭരണമായത്. ആ ശങ്കരാഭരണം പരമശിവൻ്റെ കഴുത്തിൽ കിടന്നുകൊണ്ട് അതിൻ്റെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും പോകുന്ന ആരോഹണവും അവരോഹണവും വെച്ചൊരു രാഗം ഉണ്ടായി. അതാണ് കർണാടക സംഗീതത്തിലെ പ്രസിദ്ധമായ ശങ്കരാഭരണം. ശങ്കരാഭരണ സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ രാഗത്തെ പറ്റി മനസ്സിലാക്കും. മയിലിന് വലിയ ഇഷ്ടമായി പാമ്പിൻ്റെ ഇറച്ചി. പക്ഷേ സുബ്രഹ്മണ്യത്തിൽ വാഹനം ഒരിക്കലും എത്തി പരമശിവൻ്റെ കഴുത്തിൽ എന്ന പാമ്പിനെ പിടിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഗണപതി ഇരിക്കുകയാണ്, ഒരു എലിയുടെ പുറത്ത്. കുട്ടികളൊക്കെ ചോദിക്കും, പിന്നെ അമ്മോ ഈ ആനയുടെ കൂട്ടിരിക്കുന്ന ഒരു ഗണപതി ഇരുന്ന എലി ചതഞ്ഞരഞ്ഞു പോകത്തില്ലെന്ന്. ഇല്ല, കാര്യം എന്താ? ഗണപതി വിഘ്നേശ്വരനാണ്. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ ആകർഷണം ഗണപതിക്ക് ഭാഗമല്ല. ഗണപതി വിഘ്നേശ്വരനാണ്. ഈ വിഘ്നം അദ്ദേഹത്തെ പിടിക്കുകയില്ല. അപ്പോൾ ഗ്രാവിറ്റി പിടിക്കാത്തതുകൊണ്ട് ഗണപതിക്ക് ഭാരമില്ല, അതുകൊണ്ട് എലിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗണപതി എപ്പോഴും എലിപ്പുറത്താണ് ഇരിക്കുന്നത്? അല്ല. ഇന്ത്യയിലെ 100 ഗണപതി ക്ഷേത്രം എടുത്താൽ 60 ക്ഷേത്രത്തിലും ഗണപതി ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്താണ്. ഇവൻ ഓടിഞ്ഞ് വരും, അമ്മയുടെ വണ്ടി എനിക്കുന്നത് വേണമല്ലോ, നീ കൊണ്ടുപോക്കടാന്ന് പറയും. കാര്യം ഭൂമിയിലെ എല്ലാ സ്ത്രീകൾക്കും ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം
അവസാനമായി ഗർഭപാത്രം തുറന്നുപോയി കുട്ടി ആണായാലും പെണ്ണായാലും ആ കുട്ടിക്കപ്പുറത്ത് ഒരമ്മയ്ക്ക് ഭൂമിയിൽ ഒരു സാധനമില്ല. ഇനി അവസാനം ഗർഭപാത്രം തുറന്നുപോയ ഒരു ആൺകുട്ടിയുടെ ആയേക്കാണെങ്കിൽ പോക്ക് കേസാണ്. അവൻ പറഞ്ഞാൽ എന്ത് കുന്തം ആ വീട്ടിൽ നടക്കും. അതുകൊണ്ടാണ് ഈ ഇളയ മോൻ വന്ന് അമ്മയുടെ വണ്ടി വേണം കൊണ്ടുപോടാന്ന് പറയും. ഇനി സിംഹം കിട്ടിയില്ലേ ഇവൻ്റെ ഒരു പണിയുണ്ട്. നേരെ ചേട്ടനെടുത്തോ, ചേട്ടൻ്റെ വാഹനം ഒന്ന് വേണമല്ലോ, അത് കൊണ്ടുപോകടാന്ന് പറയും. ഇന്ത്യയിലെ 30% ക്ഷേത്രങ്ങളിൽ ഗണപതി ഇരിക്കുന്നത് മയിലിൻ്റെ പുറത്താണ്. ഇനി രണ്ടിനും കിട്ടിയില്ലെങ്കിൽ ഒരു 9% ക്ഷേത്രങ്ങളിൽ ഗണപതി ഇരിക്കുന്നത് വാസുകിയുടെ പുറത്താണ്. രണ്ടിനും കിട്ടിയില്ലെങ്കിൽ വാസുകിയെ നീ ഒന്ന് ഇറങ്ങി വാ എന്ന് പറയും. പരമശിവൻ്റെ കഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വാസുകിയുടെ പുറത്ത് ഇവനൊരൊട്ട പോക്കാണ്. അപ്പോൾ വിമാനത്തിൽ പോകേണ്ട സ്ഥലത്തെല്ലാം മയിലിൻ്റെ പുറത്തങ്ങ് പോകും. പിന്നെ കാടോ മറ്റു മൃഗങ്ങളുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ സിംഹത്തിൻ്റെ പുറത്ത് ഗമയിൽ മൃഗരാജൻ്റെ പുറത്ത് കയറിപ്പോവും. കരയിൽക്കൂടെയൊക്കെ പോകേണ്ട സമയത്തൊക്കെ വാസുകിയുടെ പുറത്ത് പോകും. ഇന്ത്യയിലെ 100 ക്ഷേത്രം എടുത്താൽ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ഗണപതി എലിയുടെ പുറത്തിരിക്കുന്നത്. ഇനി ചേട്ടൻ്റെ വാഹനമായ മയിൽ ഇടയ്ക്കിടയ്ക്ക് കീപ്പോട്ട് നോക്കും. മയിലിന് വലിയ ഇഷ്ടമായി എലിയെ തിന്നാൻ. പക്ഷേ ആ മയിൽ എലിയെ തിന്നോ? ഇല്ല. ശങ്കരാഭരണം ഉണ്ടല്ലോ, പാമ്പേ, അതിന് വലിയ ഇഷ്ടമായി എലി. പക്ഷേ ശങ്കരൻ്റെ കഴുത്തിൽ നിന്ന് ആ പാമ്പ് ഇറങ്ങി വന്നാൽ എലിയെ പിടിക്കുകയില്ല. ഇനി വളരെ ശ്രദ്ധാർഹമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇളയ മക്കളോടാണ്. അപ്പന്മാർക്കോ? അപ്പന്മാർക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം മൂത്ത മോളാണ്. മൂത്ത മോള് പറഞ്ഞാൽ അപ്പീലില്ല, ആര് എതിർത്ത് നിന്നാലും കൊള്ളാം. മൂത്ത മോള് പറഞ്ഞാൽ അപ്പൻ അപ്പോഴേ ചെയ്ത് കൊടുത്തിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ മനഃശാസ്ത്രമാണ്. അപ്പോൾ ഈ പരമശിവൻ്റെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു കുടുംബം സന്തോഷമായിട്ട് പോകണമെങ്കിൽ അപ്പനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, ചേട്ടനൊരു സ്വഭാവം, അനിയനൊരു സ്വഭാവം. ഈ വിരുദ്ധ സ്വഭാവങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ആ വീട്ടിലെ അമ്മയുടെ കഴിവാണ്, സ്ത്രീയുടെ കഴിവാണ്. സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധേയമായി ഓരോ സ്ത്രീയും മനസ്സിലാക്കിയിരിക്കണം. വളരെ ശ്രദ്ധേയമായി വീരശൈവർക്ക് വീരശൈവർക്ക് വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട മറ്റു ചില സംഗതികളാണ്. അതിലൊന്ന് വീരശൈവരുടെയും ലിംഗായത്തുകളുടെയും അഖില ലോക ഫെഡറേഷനാണ്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? അപാര വീഡിയോ. ഒരു വീരശൈവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, സഹായം വേണം. നിങ്ങളുടെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ അയച്ചാലുണ്ടല്ലോ, പണമുള്ള വീരശൈവ ലിംഗായത്തുകൾ ആ ആളിനെ സഹായിക്കും. പഠിക്കാൻ പണമില്ല, സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്യും നിങ്ങളുടെ അഖില ലോക ഫെഡറേഷൻ. കല്യാണം കഴിക്കാൻ പൈസ ഇല്ല, പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടി പൈസ എത്തിക്കും. ഇനി വിദേശ യൂണിവേഴ്സിറ്റി പഠിക്കണോ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കണോ, നിങ്ങളുടെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ സഹായിക്കും. മറ്റു വലിയ സമൂഹത്തിലും ഞാനിങ്ങനൊരു സഹായം കണ്ടിട്ടില്ല. യൂസഫ് അലി എല്ലാ മതക്കാരെയും സഹായിക്കും. പക്ഷെ ലിംഗായത്തുകളുടെ വീരശൈവരുടെയും അഖില ലോക ഫെഡറേഷനുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സഹായമർപ്പിക്കുന്ന സംഘടനയാണ്. അവരുമായി നിങ്ങൾ യോജിക്കണം. കഴിഞ്ഞ കൊല്ലം അവരുടെ ഇൻ്റർനാഷണൽ കോൺഫറൻസിന് മുഖ്യാതിഥിയായിട്ട് വന്നത് നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പറഞ്ഞു, ഇങ്ങനൊരു പരിപാടിയോ, ഞങ്ങളുടെ ഗുജറാത്തിൽ പോലും ഇങ്ങനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോ വീരശൈവ കുടുംബത്തിലെയും എന്ത് സഹായമാണോ വേണ്ടത് അത് അറേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് വേൾഡ് ലിംഗായത്ത് ആൻഡ് വീരശൈവ ഫെഡറേഷൻ. അവരിൽ നിന്ന് എന്തൊക്കെ സഹായം കിട്ടും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വേണേൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം, സഹായം തരണം. അങ്ങനെ ഒരു കാലത്ത് പ്രധാന ക്ഷേത്രങ്ങളുടെ പൂജാരിമാരായിരുന്ന, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണാധികാരികളായിരുന്ന, രാജാക്കന്മാരുടെ അഡ്വൈസറായിരുന്ന, കേരളം ഭരിച്ചപ്പോൾ 4 നൂറ്റാണ്ട് കേരളത്തിലെ ഭരണവർഗമായിരുന്ന നിങ്ങൾ 1881 ബ്രിട്ടീഷുകാർ കാണിച്ചൊരു പണി കാരണം OBC ആയിട്ട് മാറ്റപ്പെട്ടു പോയി. പക്ഷേ റിസർവേഷനൊക്കെ വാങ്ങിച്ചോടാം. പഠിച്ചുയർന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മഹാന്മാരായ ആളുകളിലെ അവരെപ്പോലെ വലിയ ഉയരങ്ങളിലെത്താനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും കഴിയണം. അതിന് ഏറ്റവും നെടുനായകത്വം വഹിക്കേണ്ടത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സംഗമത്തിൽ വന്ന എല്ലാ സ്ത്രീകൾക്കും നിങ്ങളുടെ സമുദായത്തെയും നിങ്ങളുടെ മക്കളെയും വലിയ നിലയിലെത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം നീണ്ടുപോയതിനോട് ക്ഷമിക്കണം. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.